അനീഷ് അച്ഛൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അച്ഛനച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാമോ അച്ഛൻ? ഓക്കെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ ദൈവമാണ് കർത്താവേ, ഈ സംസ്ഥാനങ്ങളിൽ എന്റെ തിരുസന്നിധിയിലായിരുന്ന അതേ നിലവരും എന്റെ തിരുവനന്തപുരത്ത് പദ്ധതികൊണ്ടൊക്കെ ഓണമായിരിക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയിൽ അനുഗ്രഹിക്കമാകുന്നത് ഈ പ്രസ്ഥാനം വഴിയായി പരിശുദ്ധ സഭയ്ക്ക് എല്ലാവിധമായ നന്മകളും ലഭിക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളും ആളുകളും നൽകണം. പ്രത്യേക പിതാക്കളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സമർപ്പിക്കുന്നു. ഔഷധ കൂടെ ഇരിക്കണമെന്നുള്ളത് നടത്തിക്കൊള്ളുമാറാണ്. വരുന്നതായ പരീക്ഷയുടെ സമയത്ത് നല്ല രീതിയിൽ പഠിച്ച് എഴുതുവാൻ തക്കവണ്ണം വിളക്കുകൾ നിനക്ക് നിന്റെ ഗതാഗതത്തിന്റെ പരിശുദ്ധാത്മാവ് സുന്ദരത്തോടെ സർപ്പിക്കാനായിട്ട് തന്നെ. അനീഷ് കയറിയിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? അനീഷ് അച്ഛനാണ് അജിനച്ഛനെ സ്വാഗതം ചെയ്യാനും നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഏറ്റിരുന്നത്. അച്ഛൻ എന്തോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അച്ഛന്. ആ സ്വാഗതം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. അതല്ല, അങ്ങനെയല്ല, ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്തോളാം. പ്രിയക ദൈവത്തിന് സ്തുതി. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തരാനായിട്ട് നമ്മുടെ അജിനച്ഛൻ, നമ്മൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അജിനച്ഛൻ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വികാരിയാണ്. അച്ഛന്റെ ക്ലാസ്സുകൾ ഒത്തിരി, അതായത് 8 നോമ്പിന്റെ സമയത്ത്, 15 നോമ്പിന്റെ സമയത്തും അച്ഛന്റെ യൂട്യൂബിൽ അച്ഛന്റെ ക്ലാസ്സുകൾ ഒത്തിരി കേട്ടതാണ്. ദൈവമാതാവിനെ കുറിച്ച് അച്ഛൻ വളരെ ഭംഗിയായി നല്ല രീതിയിൽ അത് ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ് അച്ഛനിൽ നിന്നും പ്രതീക്ഷിക്കാം. അച്ഛന് ദൈവം നൽകിയ ഈ സ്നേഹ സമ്മാനത്തെ, ദൈവദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷകളിലും അച്ഛനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്ലാസ്സിലേക്ക് അനീഷച്ചന്റെ അഭാവത്തിൽ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഓരോരുത്തരും, ഇത് നമുക്ക് ഈ സെഷനിലെ അവസാനത്തെ ക്ലാസ് ആണ്. ഇപ്പൊ 27 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേര് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, പതിവ് പോലെ തന്നെ. അപ്പം എല്ലാവരും ദൈവകൃപയോടുകൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടു കൂടി, കാരണം ഈ സമയത്ത് ക്ലാസ് ഉണ്ട് എന്ന് ഓർത്തിരുന്ന്, അതൊക്കെ ഒരു ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ദൈവവചനം കേൾക്കാനും അത് പഠിക്കുവാനും ഉള്ള ആ സന്നദ്ധത കാണിക്കുന്നതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും നല്ലവണ്ണം ശ്രദ്ധിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോരുത്തരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ക്ലാസ് തുടങ്ങാം. ആദ്യമേ തന്നെ മർത്തമറിയ സമാജത്തിന്റെ എല്ലാ ഭാരവാഹികളോടും, പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റായിരിക്കുന്ന അച്ഛനോടും ഒക്കെയുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആത്മീയ പ്രസ്ഥാനത്തിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെമിനാരി പഠനത്തോടു കൂടി ഈ ബന്ധം ഏകദേശമൊക്കെ ഒന്ന് വീക്ഷിച്ച രീതിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 മാസത്തോളമായിട്ട് ഇതിൻ്റെ പഠനത്തിലും ഞങ്ങൾ പഠിച്ചിട്ട് വേണമല്ലോ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കുവാനായിട്ട്, അതിൻ്റെ ഒക്കെയുള്ള ഒരു ക്രമീകരണത്തിലുമൊക്കെ ആയിരുന്നു. ഏതായാലും അത് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല്
പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും, ഏകദേശം 27 പേരോളം ഇപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിപ്പാൻ തക്കവണ്ണം ഇന്ന് 10ഉം 11ഉം പാഠഭാഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങളും, പിന്നീട് 11ാമത്തെ ചാപ്റ്റർ ഹാമാന്റെ അന്ത്യവും, യഹൂദരുടെ ഉദ്ധാരണം, പൂരീം പെരുന്നാൾ ഉള്ള ടോപ്പിക്കുകളാണ്. ഞാൻ എന്റെ സൗണ്ടോ ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഈ സാധാരണ ടൈപ്പ് ഹെഡ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ. എസ്തേറിനെ കുറിച്ചും എസ്തേറിന്റെ പുസ്തകത്തെ കുറിച്ചും ഒക്കെ പ്രത്യേകമായിട്ട് നിങ്ങളോട് വലിയ വാക്കുകളിൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഏകദേശം എല്ലാം കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ യഹൂദ കാനോൻ അനുസരിച്ച് 3ാമത്തെ വിഭാഗത്തിൽ പെടുന്ന ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ബിലോങ്സ് ടു ദ 3rd section ഓഫ് ജുഡൈക് കാനോൻ, അല്ലെങ്കിൽ ഇതിനെ കെത്തൂവീം എന്നാണ് പറയുന്നത്. തോറ, നബീം, കെത്തുബീം എന്നിങ്ങനെ 3 സെക്ഷനുകളായിട്ടാണ് വേദപുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തെ, ഹീബ്രു ബൈബിളിനെ, പഴയ നിയമത്തിന് പ്രത്യേകമായിട്ട് തിയോളജിക്കലി പറയുന്നത് ഹീബ്രു ബൈബിൾ എന്നാണ്. അപ്പോൾ അതിനെ തിരിച്ചിരിക്കുന്നത് 3 സെക്ഷനുകളായിട്ടാണ്. തോറ, അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, നബീം, അതായത് നബിമാര്, അതായത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, 3ാമത്തേത് കെത്തൂവീം. കെത്തൂവീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ്സ് എന്നാണ്, എഴുത്തുകൾ അല്ലെങ്കിൽ കാവ്യഭാഗങ്ങൾ, പോയട്രി, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളെയാണ് കെത്തൂവീം എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഒരു ചരിത്ര പുസ്തകം കൂടിയാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദരുടെ ജീവിതത്തിൽ ഉണ്ടായതായ ഒരനുഭവത്തെ, അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന, പ്രത്യേകിച്ച് നാം ഇവിടെ കാണുന്നത് BC 486-നും 465 കാലഘട്ടത്തിൽ, 486-നും 465-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ബാബിലോണിയൻ പ്രവാസകാലത്ത് യഹൂദ ജനതയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളെയാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്തേറിന്റെ പുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ് എന്നുകൂടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി in a spiritual point of view, it explains how God delivered his people. അതായത് എങ്ങനെയാണ് ദൈവം തന്റെ ജനത്തെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതിനെയാണ് ഇതിന്റെ ആത്മീയപരമായിട്ട് നമ്മൾ ഇതിനെ നോക്കുക. ഒരു സ്പിരിച്വൽ വ്യൂയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് അതാണ്. ഓൾസോ ഇറ്റ് ഗീവ്സ് ദ clear picture of importance of fasting and prayer in our lives during the time of trials. അതും ഒരു സ്പിരിച്വൽ വേയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫാസ്റ്റിംഗ്, അതായത് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകത, അതായത് നമുക്ക് വരുന്നതായ ചില ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ അതിന്റെ തീവ്രത എത്ര മാത്രമുണ്ട് എന്നുകൂടി ഈ പുസ്തകം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, BC 486-നും 465 കാലഘട്ടത്തിൽ ബാബിലോണിയൻ രാജാവായിരുന്ന അഹശ്വേരോഷിന്റെ കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് ഉള്ളത്. ഇനി ഈ പുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും ദൈവത്തിന്റെ വിമോചന പദ്ധതിയിലെ ഓരോ ഘടകങ്ങളായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ കഥാപാത്രങ്ങളും ദൈവത്തിന്റെ പദ്ധതിയിൽ എങ്ങനെയാണ് ആ യഹൂദ ജനത്തിന്റെ വിമോചനത്തിനായിട്ട് ദൈവം പദ്ധതി ഒരുക്കുമ്പോൾ അതിൽ ഓരോ വ്യക്തികളും എങ്ങനെയെല്ലാം ഭാഗഭാക്കാകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുകയാണ്. ഉദാഹരണമായിട്ട് എസ്തേറിനെ തന്നെ എടുക്കാം. അതായത് ഇസ്രായേലിന്റെ വിമോചനത്തിന്റെ ദൈവീക പദ്ധതിയിലെ ഒരു പ്രധാന വനിതാ കഥാപാത്രമാണ് എസ്തേർ എന്ന് പറയുന്നത്. നല്ലൊരു പേരാണ് എസ്തേർ രാജ്ഞി എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് നല്ലൊരു കഥാപാത്രം തന്നെയാണ്. അതായത് ഒരു യഹൂദ്യ വംശജയായ ഒരു പെൺകുട്ടി എങ്ങനെ ഒരു അന്യദേശത്തെ രാജാവിന്റെ മഹാറാണിയായിട്ട് വാണു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ കാണുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളൊരു ഉദാഹരണം മൊർദെഖായിയാണ്. അതായത് ദൈവാശ്രയത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് നമുക്ക്
മൊർദെഖായിയെ പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോരോ തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ പുസ്തകം വായിക്കുന്നവർക്ക് നൽകുവാനായിട്ടുള്ളത്. അപ്രകാരം ഈ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. നമ്മളൊക്കെ സിനിമ കാണാറുള്ളവരാണ്. ഒരു സിനിമയിൽ ഒരു നായകൻ ഉണ്ടെങ്കിൽ ഒരു വില്ലനും ഉണ്ടാകണം. അത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഈ പുസ്തകത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമാണ് ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇനി ഈ ഹാമാൻ ആരാണ് എന്നുള്ളത് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒന്ന് നോക്കുക. ഇവിടെ നാം വായിക്കുന്നുണ്ട്, അഗാഗ്യനായ ഹമ്മേദാഥയുടെ മകനാണ് ഹാമാൻ. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, രാജസന്നിധിയിൽ ഉന്നതമായ പദവി നേടുന്ന ഒരു മനുഷ്യൻ. അതോടൊപ്പം തന്നെ രാജാവിനോട് കൂടിയിരിക്കുന്ന സകല പ്രഭുക്കന്മാരെക്കാളും ഉയരത്തിൽ ഇരിപ്പിടം ലഭിച്ചവനായിരുന്നു ഹാമാൻ. അതായത് രാജകീയമായ പദവിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഹാമാൻ എന്ന് പറയുന്നത്. പിന്നീട് രാജാവിന്റെ കൽപ്പന പ്രകാരം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, രാജാവിന്റെ വാതിൽക്കലെ ഭൃത്യന്മാർ പോലും കുമ്പിട്ട് നമസ്കരിക്കത്തക്കവണ്ണം തന്റെ സ്ഥാനം ഉന്നതമാക്കിയവനാണ് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, രാജാവിന്റെ മുദ്രമോതിരം കൈവശം വയ്ക്കുവാൻ തക്കവണ്ണം അധികാരം സിദ്ധിച്ചവനാണ്. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്. ഇനി ഈ ഹാമാന്റെ അല്പം ചരിത്ര പശ്ചാത്തലം, അവന്റെ തലമുറകളുടെ പശ്ചാത്തലം നാം ഒന്ന് ചികഞ്ഞു പോവുകയാണ് എങ്കിൽ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ദൈവം ഈ പദ്ധതിയിലേക്ക് ഈ ജനത്തെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി വേദശാസ്ത്രജ്ഞന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അമാലേക്യ വംശത്തിൽ നിന്നുമാണ്. അതിന്റെ ഉദബോൽബലകമായിട്ടുള്ള വേദഭാഗം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 24-ന്റെ 7-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വേണമെങ്കിൽ 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം അവിടെ നമുക്കിങ്ങനെ കാണുകയാണ്, അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായ ഒക്കെയും അവർ നിർമൂലമാക്കിക്കളയും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഹാമാൻ എവിടെ നിന്നുള്ളവൻ, ഏത് വംശത്തിൽ നിന്നുള്ളവൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഹാമാന്റെ വേരുകൾ തേടി പോവുക എന്ന് പറയും. ആ ഒരു രീതിയിൽ അങ്ങനെ നമുക്ക് വളരെയധികം ഉദാഹരണങ്ങൾ നൽകുന്ന ഒരു വേദഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഹാമാന്റെ പൂർവികരുടെ ഗണമെന്ന് പറയുന്നത് അമാലേക്യ വംശം ആയിരുന്നു. അതിലെ ആഗാഗിന്റെ പിൻതലമുറയിൽ പെട്ടവനായിരുന്നു ഈ ഹാമാൻ എന്ന് പറയുന്നത്. ഇനി ഇത്രയൊക്കെ അധികം പ്രാധാന്യങ്ങൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹാമാൻ ആയിരിക്കുന്നത് ഉന്നതമായ പദവിയിലാണ്, രാജാവിനൊത്ത സ്ഥാനത്ത് തന്നെയാണ് അവൻ ഇരിക്കുന്നത്. രാജാവിന്റെ മുദ്രമോതിരം കയ്യിലുണ്ട്. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ആജ്ഞാപിക്കുവാനൊക്കെ സാധിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും അതേ രാജാവിന്റെ, അഹശ്വേരോശ് രാജാവിന്റെ കൽപ്പനയാൽ തന്നെ വധിക്കപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ അറിയാതെയുള്ള ഒരു വായനയിലാണെങ്കിൽ നമ്മൾ ചോദിച്ചു പോകും, ആ രാജാവ് എന്തിനാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്? കാരണം അത്രമാത്രം സ്ഥാനങ്ങളെല്ലാം നൽകി ഉന്നതമായ പദവിയിൽ എത്തി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ആ രാജാവ് കൊല്ലുന്നതായ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഉള്ള കാരണം എന്ത് എന്നുള്ളത് നാം ചോദിക്കുമ്പോൾ അവിടെ പല കാരണങ്ങളും പറയുവാനുണ്ട്. ഈ പാഠത്തിന്റെ ഈ ചാപ്റ്ററിന്റെ തലക്കെട്ട് തന്നെ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഹാമാനും അവന്റെ അബദ്ധ തീരുമാനങ്ങൾ. അവൻ എടുത്ത തീരുമാനങ്ങളെല്ലാം അബദ്ധമായി.
ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിയുമ്പോൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ അബദ്ധമായി പോയി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയതോ പ്രവർത്തിച്ചു പോയതോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അബദ്ധങ്ങളായി പോയി. ചിലപ്പോൾ ചില അബദ്ധങ്ങൾ നമ്മൾ രക്ഷപ്പെടുമ്പോൾ ദൈവമേ അത് വന്നിരുന്നെങ്കിൽ ഒരു വലിയ അബദ്ധമായി പോയേനെ എന്നുകൂടി നമ്മൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഹാമാനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ച പദവികളിലും അധികാരങ്ങളിലും ഒക്കെ വളരെയധികം സ്വാർത്ഥനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതൊരിക്കലും ആ അധികാരങ്ങളെ ഒന്നും നന്മയ്ക്കായിട്ടല്ല, അവൻ തിന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ആവനാഴിയിൽ അമ്പ് നിറച്ച് വെക്കുന്നത് പോലെയാണ് അവൻ തന്റെ അധികാരത്തിന്റെ സീമകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ രീതിയിലാണ് അവൻ അവൻ എന്തിനും കെൽപ്പുള്ള രീതിയിൽ രാജാവിന്റെ മുദ്രമോതിരം പോലും കയ്യിലിരിക്കുകയാണ്. രാജാവിനോട് ഒരു വാക്ക് പോലും ചോദിക്കുക പോലും വേണ്ട. അവന് വേണമെങ്കിൽ എന്ത് വേണോ ആ രാജ്യത്ത് പ്രവർത്തിക്കാം. ആ രീതിയിൽ ഇരിക്കുന്ന ഒരുവൻ അവിടെ വീഴുവാനായിട്ട് തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ തന്റെ അധികാരത്തിന്റെ അഹംഭാവം പ്രയോഗിക്കുവാൻ തക്കവണ്ണം അവൻ തിരഞ്ഞെടുത്തത് ദൈവജനമായ ഇസ്രായേലിനെയാണ്, അതായത് യഹൂദ ജനത്തെയാണ്. അതവൻ ഓർക്കണമായിരുന്നു. കാരണം ഈ ഇവന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലെ ഇവന്റെ പൂർവികരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓരോ തലമുറയിലും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതായ പരാജയങ്ങളെക്കുറിച്ച്. എന്നിട്ട് പോലും ഒരു തിരിച്ചറിവില്ലാതെ അവൻ വീണ്ടും ആ ജനത്തെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം അവന്റെ അധികാരത്തിന്റെ അഹംഭാവം അവരുടെ മേൽ തീർക്കുവാൻ തക്കവണ്ണം അവൻ ആ ജനത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്രകാരം സംഭവിക്കുമ്പോൾ ഈ ഈ രീതിയിൽ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം മൊർദെഖായി അവനെ കുമ്പിട്ട് വന്ദിച്ചില്ല എന്നുള്ളതാണ്. യഹൂദ്യനാണ്, അദ്ദേഹം അവനെ കുമ്പിട്ട് വന്ദിച്ചില്ല. ബാക്കി എല്ലാവരും ഹാമാനെ കാണുമ്പോൾ കുമ്പിട്ട് വന്ദിക്കണമെന്ന് രാജകൽപ്പനയുണ്ട്. എന്നാൽ മൊർദെഖായി അത് ചെയ്യുന്നില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുമ്പിട്ട് വന്ദിക്കേണ്ടത് അവന്റെ ദൈവത്തെ മാത്രമാണ്. മറ്റൊരാളുടെ മുമ്പിലും കുമ്പിട്ട് വന്ദിക്കുവാനുള്ള അധികാരം അവന് നൽകപ്പെട്ടിട്ടില്ല. പ്രവാസത്തിന്റെ അനുഭവത്തിലായിരുന്നു അവർ, വേറൊരു രാജ്യത്താണ്, ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചൊക്കെ അവർ ജീവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന അവന്റെ ദൈവം കൊടുത്തിരിക്കുന്നതായ കൽപ്പനകൾ മാത്രമേ അനുസരിക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവൻ മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. അപ്പോൾ കുമ്പിട്ട് വന്ദിക്കുന്നില്ല എന്നുള്ളതായ ഒരു കാരണമാണ് ഈ ഹാമാൻ യഹൂദ ജനത്തിന് എതിരെ തിരിയുവാനുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്, പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയുന്നതാണ്. എന്നാൽ ഇതിന് മുമ്പ് പല കാരണങ്ങളും ഉണ്ടായി. അതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ അത് വിവരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തന്നെ മൊർദെഖായി കുമ്പിട്ട് വന്നിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മൊർദെഖായിയെ മാത്രം നശിപ്പിക്കുക എന്നുള്ളതല്ല. അവന്റെ ജനതയെ മുഴുവൻ, യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ആ രാജധാനിയുടെ മറ്റു പ്രവിശ്യകളിലേക്കുമൊക്കെ കൽപ്പനകൾ എഴുതി കൊടുത്തു വിടുന്നതായിട്ട് നാം കാണുന്നു. അപ്പൊ അവരെ എല്ലാവരെയും നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ഇവിടെ പദ്ധതി മെനയുകയാണ്. അവിടെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ അതൊക്കെ കാണുന്നത്. തുടർന്ന് ഇവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് യഹൂദർക്കെതിരെ രാജാവിൽ നീരസം വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം രാജാവിനോട് സംസാരിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ രാജാവിന്റെ അടുക്കല് ആ ജനത്തെക്കുറിച്ച് ഏഷണി പറയുകയാണ്. ഓർക്കണം, ഉന്നതമായ ഒരു അധികാര സ്ഥാനത്തിരിക്കുകയാണ്. അവൻ പ്രവർത്തിക്കുന്നതായ കാര്യമാണ്. ഒന്നാമതായിട്ട് അവന്റെ പദവിയെ അവൻ ദുർവിനിയോഗം ചെയ്തത് തിന്മയ്ക്കായിട്ട് ഉള്ള രീതി അവൻ ദുർവിനിയോഗം ചെയ്യുന്നു. രണ്ടാമതായിട്ട് കാണുന്നത് അവൻ ഏഷണി പറയുകയാണ് ദൈവജനത്തെക്കുറിച്ച്. മൂന്നാമതായിട്ട് പിന്നീട് ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് മൊർദെഖായി അവനെ കുമ്പിട്ട് വന്നിച്ചില്ല എന്നുള്ളൊരു കാരണം, അത് പ്രത്യേകമായ രാസന്ന കാരണം എന്ന രീതിയിൽ അതിനെ അവൻ എംഫസിസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ കാണുന്ന 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം കാണുകയാണ് യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം കൽപ്പന എഴുതുവാനായിട്ട് രാജാവിന് അവൻ ധനം വാഗ്ദാനം ചെയ്യുകയാണ്. രാജാവിന് ഇത്ര വെള്ളിക്കാശ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു പൊക്കുകയാണ്. അപ്പം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഖജനാവ് നിറയ്ക്കുക അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ചുമതലയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പൈസ കൂടെ വരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഓർത്തു, ഹാമാൻ ചില്ലറക്കാരനല്ല, ഹാമാനെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കഴിയും. ഉടനെ തന്നെ മുദ്രമോതിരം ഊരി കൊടുക്കുകയാണ്. അങ്ങനെ
ഹാമാൻ തന്റെ നില മറന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ട അധികാരത്തെയും പദവികളെയും താൻ ദുർവിനിയോഗം ചെയ്തത് നമ്മൾ ഇവിടെ കാണുകയാണ്. അപ്പൊ ഇതെല്ലാം അവന്റെ അബദ്ധ തീരുമാനങ്ങൾക്ക് അവനെ തയ്യാറാക്കുന്ന വിധത്തില്, അതായത് ഒരു ചെടി നട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരുവാൻ അതിന്റെ മണ്ണിനെ ഒരുക്കുന്നത് പോലെ അവനിൽ നിന്ന് അബദ്ധങ്ങൾ പുറപ്പെട്ടു വരുവാനായിട്ട് അവനെ ഒരുക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അവന്റെ പദവിയെ ദുർവിനിയോഗം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏഷണി പറഞ്ഞ് രാജാവിൽ യഹൂദർക്കെതിരെ നീരസം ഉണ്ടാക്കിയെടുക്കുന്നു. മൂന്നാമതായിട്ട് രാജാവിന് ധനം വാഗ്ദാനം, അത് കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയാണ് രാജാവിന് ഈ ജനത്തിനെതിരെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം. ഇങ്ങനെയെല്ലാം അവൻ ചെയ്യുകയാണ്. മുമ്പ് ആദ്യമേ തന്നെ ഞാൻ പറയുകയുണ്ടായി, യഹൂദർക്കെതിരെ ഹാമാൻ തിരിയുന്നതിന് മൊർദെഖായിയുടെ ഇവിടെ പറഞ്ഞതായ ആ ഒരു പ്രവൃത്തി ഒരു ആസന്ന കാരണം, അതൊരു ഇമ്മീഡിയറ്റ് കോസ് ആയിരുന്നു. എന്നാലും ചരിത്രപരമായ മറ്റൊരു കാരണം ഇവിടെയുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ കടക്കുവാനായിട്ട് പോകുന്നത്. ആ ഒരു കാരണത്തിന് പുറപ്പാട് കാലത്തോളം പഴക്കമുണ്ട്. അതായത് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത പുറപ്പെട്ടു വന്ന കാലത്തോളം പഴക്കമുള്ളതായ ഒരു കാരണം. അപ്പൊ തലമുറകൾ എത്രമാത്രം പുറകോട്ട് പോയിട്ടുണ്ടെന്ന് ഓർക്കണം, ഈ ഒരു പക മനസ്സിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം. കാരണം ആ സമയത്ത് ഹാമാൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എങ്ങനെ ഇതെല്ലാം പിന്നീട് തലമുറകൾ കൈമാറി വന്നു എന്നുള്ളതിന്റെ അതിന്റെ ആ ഒരു തെളിവുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സ് 16. അവിടെയാണ് ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം വായിക്കുകയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണത്തിൽ റെഫീദീമിൽ എത്തി, പാളയം ഇറങ്ങി. റെഫീദീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇസ്രായേൽ മക്കള് പാളയം ഇറങ്ങിയാണ്. അവിടെ വെച്ചാണ് അവർക്ക് ദാഹമുണ്ടാകുന്നതും, കഠിനമായ ദാഹമുണ്ടാകുന്നതും, മോശയോട് കലഹിക്കുന്നതും, മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് കൊടുക്കുന്നതും, ആ സ്ഥലത്തിന് യഹോവയെ ജനം പരീക്ഷിച്ചതിനും ഇസ്രായേലിന്റെ കലഹവും ഒക്കെ ഉണ്ടായത് കൊണ്ട് ആ സ്ഥലത്തിന് മസ്സ എന്നും മെരീബ എന്നും പേരിട്ടത്. അതായത് കലഹത്തിന്റെ ജലം എന്നാണ് മെരീബായിലെ ജലത്തെ കുറിച്ച് പറയുന്നത്. മസ്സ എന്ന് പറയുന്നത് പരീക്ഷിച്ചു, ദൈവത്തെ യഹൂദ ജനം അല്ലെ തന്റെ ഇസ്രായേൽ മക്കൾ പരീക്ഷിച്ചതായ, ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിച്ചതായ ഒരു 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 പ്രദേശമാണ് ആ റെഫീദീമിലെ അനുഭവം എന്ന് പറയുന്നത്. ഇനി ആ പ്രദേശത്തിന്, ആ വെള്ളം പുറപ്പെട്ടു വന്ന പ്രദേശത്തിന് ഇട്ട പേരാണ് മസ്സ എന്നും മെരീബ എന്നും. അത് പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണ, ഈ മെരീബ എന്നിപ്പോ പലപ്പോഴും പല വീടുകൾക്കും ഒക്കെ പേരിട്ട് കാണാറുണ്ട്. കേരളത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രധാന കുടിവെള്ള ബ്രാൻഡിന്റെ പേര് തന്നെ മെരീബ എന്നാണ്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കലഹത്തിന്റെ ജലം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇതാണ് മനുഷ്യൻ കുടിക്കുവാനായിട്ട് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ പേരുകൾ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ കൂടെ നോക്കണമെന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് പോലും. ഇനി 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുകയാണ്. അതായത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ കാണുകയാണ്. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നു. ഇസ്രായേലിന്റെ പ്രയാണത്തിലെ ആദ്യത്തെ യുദ്ധമാണ്. അവിടെ വന്നിട്ട് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ്. അവിടെയാണ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കള് അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നതും, മോശയെയും കൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജയിക്കുന്നു, താണിരിക്കുന്ന സമയത്ത് അമാലേക്ക് ജയിക്കുന്നു. ഇങ്ങനെ ഒരു സൂര്യൻ അസ്തമിക്കുവോളം അദ്ദേഹത്തിന്റെ കൈ 2 കല്ലുകളിൽ താങ്ങി വെച്ചിരുന്നതായ അനുഭവമൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ 13-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുകയാണ്, യോശുവ അമാലേക്കിനെയും അവന്റെ സൈന്യത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അതായത് കൊന്നുകളഞ്ഞു. വാളിന്റെ വായ്ത്തല കൊണ്ട് അവരെ വെട്ടി വീഴ്ത്തി തോൽപ്പിച്ചു കളഞ്ഞു. യഹോവ മോശയോട് ആ സംഭവത്തെ കുറിച്ച് പിന്നീട് പുസ്തകത്തിൽ എഴുതി അത് യോശുവയെ അത് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു ശാപം, അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും.
നോക്കിയേ, തലമുറകൾ എത്ര കൈമാറിയിട്ടാണ് ഈ ശാപം വീണ്ടും വീണ്ടും ഇവരുടെ തലയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവിടെ മോശ ഒരു യാഗപീഠം പണിയുന്നുണ്ട്. അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന അർത്ഥമുള്ള പേരൊക്കെ ചേർക്കുന്നു. പിന്നീട് നാം കാണുകയാണ് അവിടെ ഒരു 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 പറച്ചിൽ വരികയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പഴമൊഴി പറയുന്നത് പോലെ വായ്ത്താരിയായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. 16-ാം അധ്യായത്തിൽ പറയുകയാണ്, യഹോവയുടെ സിംഹാസനത്തിനാണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്നവർ പറഞ്ഞു. അന്ന് മുതൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം, യഹോവയുടെ സിംഹാസനത്തെ പിടിച്ച് സത്യം ചെയ്തിരിക്കുക, ആണയിട്ട് പറയുകയാണ്. അത് യഹോവ തന്നെ പറഞ്ഞൊരു വാക്യമാണ്, ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്നും അശേഷം മായ്ച്ചു കളയുമെന്ന് പറയുന്നു. പിന്നീട് ഈ ജനത അത് ഏറ്റു പറയുന്നതായ കാര്യമെന്ന് പറഞ്ഞാൽ, യഹോവയുടെ സിംഹാസനത്തിനാണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അപ്പോ ഈ തലമുറകളിലെല്ലാം ഇതിങ്ങനെ പകർന്നു കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ പറയാറുണ്ട്, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്നൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ഇതിങ്ങനെ തലമുറകളിലേക്ക് കൈമാറി കൈമാറി വരികയാണ്. അപ്പൊ അന്ന് തുടങ്ങിയതായ കുടിപ്പക തലമുറകൾ കഴിഞ്ഞും ഇവിടെ തുടരുകയാണ്. അതാണ് ഹാമാന്റെ ഈ ജനത്തോടുള്ള അവരോട് എതിർത്ത് നിൽക്കുവാനുള്ള, അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ തീരുമാനമെടുക്കുവാനുള്ളതായ ചരിത്രപരമായ ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി ആവർത്തന പുസ്തകം യൂട്രോണമി 25-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുകയാണ് എങ്കിൽ അവിടെ വീണ്ടും ഈ സംഭവം തന്നെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇസ്രായേലിനോട് അമാലേക്ക് യുദ്ധം ചെയ്തതും അവർ തോറ്റതും അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അവിടെ അവസാനം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു ഇതുണ്ട്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കീഴടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് മറന്നു പോകരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുക. കാലം എത്ര കഴിഞ്ഞു, ആവർത്തന പുസ്തകത്തിന്റെ ആ ഒരു വർഷങ്ങൾ കുറെ കഴിഞ്ഞു, എന്നിട്ടും പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നീ എന്താണ് ചെയ്യേണ്ടത്, അമാലേക്കരുടെ ഓർമ്മയെ വിശേഷം നശിപ്പിക്കണം, മറന്നു പോകരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരനുഭവം നാം അവിടെ കാണുകയാണ്. പിന്നീട് 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ശൗൽ അമാലേക്കരുടെ രാജാവായ അഗാഗിനെ ജീവനോടെ പിടിക്കുന്നതും അവനെ കൊല്ലാതെ അവനെ സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഈ ശൗലിന്റെ വീഴ്ച, പതനത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളിലാണ് യഹോവയായ ദൈവം ശമൂവേലിനോട് പറയുന്നത്, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം യഹോവയുടെ വചനം അവിടെ എന്നേക്കുമായിട്ട് ദുഷിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അവൻ പറഞ്ഞതായ യഹോവയുടെ ശപഥത്തെ അവിടെ ഒരു രാജാവ്, യഹോവയിൽ അഭിഷിക്തനായ ഒരു രാജാവ് അതിനെ നിസ്സാരമാക്കി കളയുന്ന ഒരു അനുഭവം നാം അവിടെ കാണുകയാണ്. ഇവിടെ പറയുന്നതായ ആഗാഗിന്റെ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ പറയുന്ന ഈ ആഗാഗിന്റെ പിന്തലമുറക്കാരനാണ് ഹാമാൻ എന്ന് പറയുന്ന ഈ ദുഷ്ടനായ മനുഷ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹാമാന് ഈ ഇസ്രായേൽ യഹൂദ ജനത്തോട് ഈ വൈരാഗ്യം അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഒരു കാരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ മൊർദെഖായിയുടെ ബഹുമാനക്കുറവിനെ അവൻ തിരഞ്ഞെടുക്കുന്നത്. അവൻ അവിടെ കുടിപ്പക മനസ്സിൽ വെച്ചുകൊണ്ട് കാലങ്ങളായി തലമുറകളായി പിന്തുടർന്നു വന്ന ഇതെല്ലാം അവന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഇതിന്റെ ചില ഉദാഹരണങ്ങളൊക്കെ നോക്കിയാല് 1 ശമൂവേൽ 30-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദാവീദ് അമാലേക്കരെ വധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തില് അമാലേക്കരെ വീണ്ടും വധിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് തന്റെ ജനത്തെ താൻ തിരഞ്ഞെടുത്ത് തന്റെ മക്കളെന്ന് തനിക്ക് വിശുദ്ധ ജനമെന്ന് മുദ്ര കുത്തിയ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് വന്ന തന്റെ ജനത്തെ നശിപ്പിക്കുവാൻ ഒരുമ്പെട്ട, അവരോട് യുദ്ധം ചെയ്യുവാൻ ശ്രമിച്ച അമാലേക്കരുടെ തലമുറകളെ പിന്തുടരുന്ന യഹോവയുടെ ശാപത്തെയും കോപത്തെയും നാം ഇവിടെ കാണുകയാണ്. അപ്പൊ ഈ ചരിത്രങ്ങളെല്ലാം അഗാഗ്യ വംശജനായ ഹാമാൻ അറിഞ്ഞിരിക്കണം. അത് ഒരു ഓറൽ ട്രഡീഷൻ എന്ന പോലെ ഇവരുടെ അവരുടെ വംശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തലമുറകളിലേക്കെല്ലാം അത് കൊടുക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ അവരെല്ലാം ഇത് മനസ്സിലാക്കി
യഹൂദർക്കെതിരെ പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം കാരണം പാർത്തിരുന്ന ഹാമാന് ഈ മൊർദെഖായിയുടെ പ്രവൃത്തി പെട്ടെന്ന് ഒരു ഉൾവെളിവ് കൊടുക്കുകയാണ്, പെട്ടെന്നൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. കാരണം തലമുറകൾ അവരോട് ചെയ്യുവാനായിട്ട് കാത്തിരുന്നതായ പ്രതികാരത്തിനുള്ള അവസരം വന്നിരിക്കുന്നു. തുടർന്ന് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹാമാൻ രാജകൽപ്പന എഴുതിക്കുകയാണ്. ഇതേ സമയം നമ്മൾ കാണുന്നത് മൊർദെഖായിയുടെ ചിത്രം നാം കാണുകയാണ് ഇവിടെ. അവൻ രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം, യഹൂദ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്നുമില്ല. കാരണം രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തീയതിയും സമയവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് രാജകൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി തങ്ങളുടെ ജീവിതം എന്തായി തീരുമെന്ന് അവർക്ക് ഒരു ഇതുമില്ല. കാരണം രാജഖഡ്ഗത്തിന് ഇരയായി തീരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അവര് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഹാമാന്റെ അബദ്ധങ്ങളായ തീരുമാനങ്ങൾ തുടങ്ങുന്നതായിട്ടുള്ളതാണ്. ഇവിടെ എസ്തർ മുഖാന്തരം മൊർദെഖായിയുടെ അടുക്കലേക്ക് ഹദ്ദാക്ക് എന്ന് പറയുന്ന ഒരു ഷണ്ഡനെ അയക്കുന്നതായിട്ട് കാണുന്നു. അവിടെ മുതലാണ് എസ്തർ മനസ്സിലാക്കുന്നത് യഹൂദന്മാരെ രക്ഷിക്കേണ്ടതായ ദൗത്യത്തിൽ താനും പങ്കാളിയാണ്, തന്നിലൂടെയാണ് ആ രക്ഷയുടെ അനുഭവം അവരിലേക്ക് ഉണ്ടാകേണ്ടത് എന്ന് എസ്തർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളും ആ ഉപവാസത്തിന്റെ ഭാഗമായിട്ട് ഉപവാസം പ്രഖ്യാപിക്കുന്നതും പിന്നീട് അവിടെ മുതൽ ദൈവം അവരോടുകൂടി എങ്ങനെ ഇരുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവിടെ മൊർദെഖായി രട്ടുടുത്ത് വെണ്ണീറിൽ ഇരുന്ന് നിലവിളിക്കുകയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. തീയതിയും സമയവും രാജഖഡ്ഗവും ഒക്കെ തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആണ് അവൾ രാജസന്നിധിയിൽ നിന്ന് അവന്റെ അടുക്കലേക്ക് അവന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഷണ്ഡനെ അയക്കുമ്പോൾ, ഹദ്ദാക്ക് എന്ന് പറയുന്ന ഷണ്ഡനെ അറിയിക്കുമ്പോൾ അവൻ മുഖാന്തരം എസ്തേറിനെ മൊർദെഖായി അറിയിക്കുകയാണ് എങ്ങനെയെല്ലാം ഈ യഹൂദന്മാരെ രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത്. പിന്നീടാണ് എസ്തേറിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാൽവെപ്പുകൾ നടക്കുന്നത്. എസ്തേർ ഇനി രാജസന്നിധിയിലേക്ക് പോകാൻ പോവുകയാണ്. അതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. വിലക്കപ്പെട്ട സമയത്ത് രാജസന്നിധിയിലേക്ക് എസ്തേർ കയറി ചെല്ലുകയാണ്. ആ സമയത്ത് രാജസന്നിധിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അപകടമാണ്. സ്വന്തം തലയ്ക്ക് വാളിനെ വിളിച്ചു വരുത്തുന്നതായ ഒരു അപകടം. അത് മാത്രവുമല്ല, ആ സമയത്ത് രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് വാളാണ് നീട്ടുന്നതെങ്കിൽ കഴിഞ്ഞു. രാജാവ് ആ കയറി വന്ന വ്യക്തിയുടെ തല ഉടലിൽ നിന്ന് വേർപെട്ടു പോകണം. എന്നാൽ അവിടെ രാജാവിന് ഒരു കൃപ തോന്നുകയാണ്. അവിടെ നമ്മൾ ഇതിനകത്തെല്ലാം കാണേണ്ടത് ഒരു കാര്യം, ദൈവം എങ്ങനെയാണ് തന്റെ ജനങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നത് എന്നാണ്. കാരണം എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം വൈകി ഒരു ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ശിക്ഷ ലഭിക്കുമോ എന്നുള്ള പേടിയിലായിരിക്കും ഒരു കുട്ടി ചെല്ലുന്നത്. എങ്കിലും ആ അധ്യാപകനിൽ ഒരു മാറ്റം ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതിനോടൊപ്പം തന്നെ വലിയ ആധിയുമുണ്ട്. കാരണം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ മനോവ്യഥയുടെ ഒരു വലിയ കടൽ താണ്ടി അവൾ മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഈ രാജാവിന് അവളോട് ഒരു കനിവ് തോന്നുന്നതും രാജാവ് തന്റെ കയ്യിലിരുന്നതായ സ്വർണ്ണ ചെങ്കോൽ അവളുടെ നേരെ നീട്ടുകയും ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവൾക്ക് അടുത്തേക്ക് വരാം. അവൾ അവിടെ ചെന്ന് ആ സ്വർണ്ണ ചെങ്കോലിന്റെ അഗ്രത്തിൽ തൊടുകയും അവൾ നനച്ചതിലും അധികമായിട്ടുള്ളതായ വാഗ്ദാനങ്ങളെ അവൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവൾക്ക് എന്ത് വേണമെങ്കിലും ആ സമയത്ത് ചോദിക്കാം. അവൾക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ പറയാം, ഈ ഹാമാനെ വധിച്ചു കളയുക. കാരണം രാജ്ഞിയായിട്ടാണ് അവൾ അവിടെ ചെല്ലുന്നത്. രാജാവിന്റെ കരുണ ലഭിച്ചു കഴിഞ്ഞു. ആ സമയത്ത് അവൾക്ക് പറയാം, ഇവനെ വധിച്ചു കളയണം, ഇവനാണ് പ്രശ്നക്കാരൻ എന്നൊക്കെ അവൾക്ക് പറയാം. പക്ഷെ അവിടെ പറയുന്നില്ല. പക്ഷേ അവൾ എന്താണ്, നയതന്ത്രം അവിടെ മെനയുകയാണ്. അത് ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എസ്തേറിന്റെ നയതന്ത്രം എന്ന് പറഞ്ഞു. രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും കൊടുക്കാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് അവൾ ചെറിയൊരു വിരുന്നിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അവൾ ഒരു ഒരു വീഞ്ഞ് വിരുന്നിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹാമാനും അതിലേക്ക് പോകുവാനുള്ളതായ ക്ഷണം ലഭിക്കുകയാണ്. അവൾ ഒരുക്കുകയാണ് അവന്റെ അന്ത്യ അത്താഴം അവിടെ ഒരുക്കുകയാണ്. മാത്രവുമല്ല, ഈ ബുദ്ധിപൂർവം ഈ എസ്തേർ രാജ്ഞി ഇവിടെ രാജാവിനെ ഹാമാനെ ഒക്കെ ക്ഷണിക്കുമ്പോഴും ഹാമാന്റെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം ഇവൾ ഇതൊക്കെ ചെയ്താലും ഇവളുടെ വംശത്തെ ഞാൻ മുടിച്ചിരിക്കും എന്നുള്ളതായ
എന്താ പറയുന്ന ഒരു മനസ്സിന്റെ ഒരു ദുശ്ചിന്ത അവനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് അവന്റെ മുഖത്ത് എഴുന്നള്ളിച്ച് കാണുകയും ചെയ്യുമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മൊർദെഖായിയെ കാണുമ്പോഴ് ഹാമാന് ഭയങ്കരമായിട്ടുള്ള കോപം ജ്വലിക്കുകയാണ്. മാത്രമല്ല മൊർദെഖായി രാജാവിനെ വധിക്കുവാൻ അല്ലെ കൈയേറ്റം ചെയ്യുവാൻ തക്കവണ്ണം രണ്ട് ഭൃത്യന്മാർ തമ്മിൽ ചേർന്ന് ആലോചിച്ചതിൻ്റെതായ ആ ഒരു പദ്ധതിയെ രാജാവിനെ അറിയിപ്പിക്കുമ്പോൾ അതിന് മുഖാന്തരം രാജാവ് മൊർദെഖായിക്ക് കൊടുക്കുന്നതായ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഹാമാൻ അസ്വസ്ഥനാകുകയാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ആ വംശത്തെ മുഴുവനായിട്ട് മുടിച്ചു കളയുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ബുദ്ധിഹീനത കൊണ്ട് അവനൊരു കഴുമരത്തെ തീർക്കുന്നത്. അവന്റെ ഭാര്യയുടെ ആലോചന പ്രകാരം മൊർദെഖായിയോടുള്ള അസൂയ മൂത്തിട്ട് അവൻ അവിടെ നിന്നും വിരുന്നിന്റെ അനുഭവത്തിൽ നിന്നും അവൻ പോകുന്നുണ്ട്. പിന്നെയും അവനെ വിളിച്ചു വരുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ഭാര്യയായ സേരശിനോടൊക്കെ അവൻ വിളമ്പുന്നതായ പൊങ്ങച്ച ഒക്കെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവരെ മുഴുവനായിട്ട് നശിപ്പിക്കാതെ, മൊർദെഖായിയെ നശിപ്പിക്കാതെ തൃപ്തി വരില്ല എന്നുള്ളതായ ഒരു സ്റ്റാൻഡിൽ ഒരു നിലപാടിൽ അവൻ നിൽക്കുകയാണ്. അപ്പോൾ അവന്റെ ഭാര്യ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് കഴുമരം ഉണ്ടാക്കുക എന്നുള്ളതായത്. കാരണം ആ ഒരു അവന്റെ അബദ്ധത്തിൽ അവളും കൂടി പങ്കാളിയായി തീർന്ന ഒരു അനുഭവം. അതായത് തന്റെ സ്വന്തം ഭർത്താവ് തനിക്കിനിയും വിധവായോഗത്തിലേക്ക് താൻ തള്ളി വീഴ്ത്തപ്പെടുമെന്ന് ഒരുപക്ഷെ അവൾ ഓർക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അറിയുകയില്ല. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് പറയുന്നതാണ് ശരി. അതിനെ ഒന്ന് വിവേചിക്കുവാൻ തക്കണോ അവളും തയ്യാറാകുന്നില്ല. അവിടെ അവൻ ഭാര്യയുടെ ആ ഒരു കുബുദ്ധി കൊണ്ടുള്ള ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കഴുമരം തയ്യാറാക്കി വെക്കുകയാണ് മൊർദെഖായിയെ തൂക്കുവാൻ തക്കവണ്ണം. കാരണം രാജാവിനോട് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ രാജാവ് അനുവാദം കൊടുക്കും. കാരണം രാജാവിന്റെ മുദ്രമോതിരം ഇവന്റെ കയ്യിലാണ്. കൽപ്പന എഴുതിയാൽ മതി, മുദ്രമോതിരം കൊണ്ട് അതിൽ മുദ്ര വെക്കാനുള്ള അനുവാദവും ഈ ഹാമാന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചിന്തയോടുകൂടി നിൽക്കുന്നതായ, അതായത് കോപം, അസൂയ, ഇതെല്ലാം മൂത്ത് പക തലമുറകളായിട്ട് കൈമാറി വരുന്നതായ പകയുടെ ആ ഒരു വീട്ടാനുള്ളതായ ഒരു വ്യഗ്രത, ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവം മറ്റൊരു രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. മൊർദെഖായിയോട് രാജാവിന് മറ്റൊരു ഭാവം തോന്നുകയാണ്. അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കാണുകയാണ് രാജാവിന് മൊർദെഖായിയോടുള്ള ഒരു ഭാവം എന്ന് എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമേറിയതായ ഒരു ഭാഗമാണ് രാജാവിന് മൊർദെഖായിയോടുള്ള ഭാവം എന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 19 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രാജാവിന്റെ വാതിൽ കാവൽക്കാരായിട്ടുള്ള 2 പേര് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് കൊല്ലാനായിട്ടുള്ള പദ്ധതി മെനയുമ്പോൾ അതിനെ ആ ഒരു വിവരം രാജാവിനെ ബോധ്യപ്പെടുത്തുവാനായിട്ട് എസ്ഥേർ രാജ്ഞിയെ അത് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം രാജാവ് സത്യമെന്ന് മനസ്സിലാക്കുന്നതായ ഒരു അവസരത്തിൽ ആ വിവരം അറിയിച്ച മൊർദെഖായിക്ക് വേണ്ടുന്നതായ സമ്മാനങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഇവിടെ എന്തെല്ലാമാണ് കൊടുത്തതെന്ന് കൂടെ പറയുന്നുണ്ട്. ആദരവായിട്ട് ഹാമാനെ കൊണ്ട് തന്നെ, അതായത് മൊർദെഖായിയോട് ഏറ്റവും കൂടുതൽ ശത്രുത വിചാരിച്ചിരുന്നവനായ ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും തലയിൽ വെക്കുന്ന രാജകിരീടവും ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പം ഒന്ന് ഓർത്തു നോക്കുക, എങ്ങനെയാണ് ദൈവം ഒരുവനെ ഉയർത്തുന്നത് അല്ലെ? ശത്രുവായവനെ കൊണ്ട് ശത്രുവിനെ വാഴിക്കുന്നതായ ഒരു അനുഭവം. അത് ദൈവത്തിന്റെ നമ്മളോർക്കും നമുക്കത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നീതിയായിട്ട് തോന്നത്തില്ല. ഇതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ അത്, അല്ലെങ്കിൽ ഹാമാനെ സംബന്ധിച്ചിടത്തോളം ഹാമാന് യഹോവയിൽ വിശ്വസിക്കുന്ന ഒരുവനായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും ദൈവത്തോട് അവൻ ചോദിച്ചേനെ, ഇത് നീതിയാണോ എന്ന് ചോദിച്ചേനെ. പക്ഷെ ദൈവത്തിന്റെ നീതി ഇതായിരുന്നു. തന്റെ ജനത്തിന്റെ ഉന്നമനമാണ് ദൈവത്തിന് പ്രാധാന്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. കാരണം തലമുറകൾക്ക് മുമ്പ് മുതൽ കൊടുത്തിരുന്നതായ ഒരു ശാപം അവരുടെ മേൽ ഉണ്ടായിരുന്നു. വീണ്ടും എസ്ഥേർ രാജ്ഞി വിരുന്നൊരുക്കുകയാണ്. അതിലേക്ക് അവനെ വിളിച്ചു വരുത്തുകയാണ്. അവിടെ വെച്ചാണ് അവന്റെ അവസാനം കുറിക്കപ്പെടുന്നത്. തിന്മയുടെ പ്രഹരങ്ങളുടെ മുമ്പില് നന്മയുടെ സന്ദേശവുമായിട്ടാണ് ഒരുവൻ പുറപ്പെടുന്നത്. അപ്പൊ അവിടെ ദൈവം അവനെ എങ്ങനെയാണ് കരുതിക്കൊണ്ട് പോകുന്നത് എന്ന് നാം ഇവിടെ കാണുകയാണ്. നമ്മള് പ്രത്യേകമായിട്ട് ഈ ഹാമാന്റെ ഒരു അന്ത്യം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച്
സെന്റ് പീറ്റേഴ്സിലെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ പറയും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഇതിൽ നിന്നൊക്കെ പറയാറുണ്ടെന്ന്. ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട്. പൂന്താനം നമ്പൂതിരി എഴുതിയൊരു കവിതയുണ്ട്. അതിനകത്ത് നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെയും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതായത് ദൈവമൊന്ന് വിചാരിച്ചാൽ അവൻ അഹങ്കാരിയുടെ അഹങ്കാരത്തിന്റെ പരകോടിയിലാണെങ്കിൽ തന്നെയും അവനെ താഴെ ഇറക്കുവാൻ ഒരു നിമിഷം മതി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുത്തതായ ഒരു കാര്യമാണ് അവനെ വീണ്ടും ആ വിരുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവരികയും അവിടെ വെച്ച് പിന്നീട് ഹാമാൻ എന്നേക്കുമായിട്ട് വിസ്മൃതിയിലാണ്ട് പോകത്തക്കവണ്ണം അവനെ കൊലമരത്തിന്റെ അടുക്കലേക്ക് നയിക്കുകയും ചെയ്യുന്നതായിട്ട്. ഇവിടെ എസ്തേർ രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം അവൾ തക്ക സമയത്ത് അവൾ നയതന്ത്രപരമായിട്ട് ഇടപെട്ടു എന്നുള്ളതായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാജാവിന്റെ അടുക്കൽ നിന്ന് പെട്ടെന്നൊരു വാഗ്ദാനം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതായിരുന്നില്ല. അവൻ മനസ്സിലാക്കണം താൻ എന്തുകൊണ്ട് ഈ ശിക്ഷ അനുഭവിക്കുവാൻ പോകുന്നു എന്നുള്ളത് ഹാമാൻ മനസ്സിലാക്കത്തക്കവണ്ണം അവനെ ആ അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് അവസാനം ഈ വിധി വന്നു കഴിയുമ്പോൾ ഹാമാൻ കിടന്ന് കരയുന്നതും എസ്തേറിന്റെ കട്ടിലിന്റെ അടുക്കലേക്ക് പോയി നിന്ന് കരയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ മനസ്സ് ആ ഒരു വിധിയെ പേടിച്ചുകൊണ്ട് അവന്റെ വന്നതായ തെറ്റിനെ ഒരു നിമിഷമെങ്കിലും അവൻ അനുതപിച്ച് കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഹാമാൻ വധിക്കപ്പെടുവാനായിട്ട് തക്കവണ്ണം താൻ ഉണ്ടാക്കിയതായ ആ ഒരു കഴുമരത്തിൽ തന്നെ അവനെ തൂക്കുവാൻ തക്കവണ്ണം രാജകൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹാമാന്റെ അന്ത്യം എന്ന് പറയുന്നത് നമുക്ക് എവർക്കും പറയാൻ കഴിയുന്നത് ഒരു തിന്മയുടെ എന്നേക്കുമായിട്ടുള്ള ഒരു അസ്തമനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് യഹോവയ്ക്ക് ആ തലമുറയിലുള്ള അമാലേക്യരോടും തോന്നിയതായ അല്ലെങ്കിൽ തുടർന്നു വന്നതായ യഹോവയുടെ ആ കോപം അവിടെ നിവൃത്തിയാക്കപ്പെടുകയാണ്. അതും യഹൂദ ജനത്താൽ തന്നെയാണ്. അവൾ മുഖാന്തരം, എസ്തേർ രാജ്ഞി മുഖാന്തരം ഈ ഹാമാൻ കൊലയ്ക്കായിട്ട് നയിക്കപ്പെടുകയാണ്. പിന്നീട് നാം കാണുന്ന ചില ഭാഗങ്ങളില് ഈ യഹൂദരുടെ അവരുടെ ഒരു ഉദ്ധാരണം വെക്കുമ്പോൾ യഹൂദർക്ക് അവർക്ക് ലഭിക്കുന്നതായ ചില സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന അവരെ ആരും ഉപദ്രവിക്കരുതെന്നോ ഒക്കെ പറയുന്നുണ്ട്. ഉപദ്രവിച്ചാൽ അവരെ തിരിച്ചാക്രമിക്കാനുള്ള അധികാരവും ഒക്കെ രാജാവ് യഹൂദന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഹാമാന്റെ മരണത്തോടു കൂടി ഇവിടെ യഹൂദന്മാരുടെ ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് പ്രവാസത്തിലാണ് എങ്കിൽ തന്നെയും അവിടെ ദൈവം അവരുടെ ആ ഒരു സാമൂഹ്യമായ ഒരു നില ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. രാജകീയമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് അവര് അർഹരായിത്തീരുകയാണ്. രാജാവ് പ്രത്യേകം കൽപ്പിക്കുകയാണ് അവരെ ഉപദ്രവിക്കരുത്. മാത്രമല്ല ആരെങ്കിലും അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് അവരെ ഉപദ്രവിക്കുക, അവരെ വധിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അനുവാദം അവർക്ക് ലഭിക്കുകയാണ്. അതായത് പ്രവാസത്തിലും അവരെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത്. ഈ പ്രവാസമൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അത് നമ്മുടെ അല്പം കൂടെ വേദശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാക്രികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കൃപ അവർക്ക് ലഭിക്കുന്നു. ഈ ജനത്തിന് കൃപ ലഭിച്ച ജനമാണ്. അതായത് അടിമത്വ വീട്ടിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് വരുവാൻ തക്കവണ്ണം അവിടെ വന്ന് ദൈവജനമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. ആ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിനെതിരെ പിന്നീട് തിരിയുകയാണ്. അതായത് പാപത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഗ്രേസിൽ നിന്നും അവർ സിന്നിന്റെ അനുഭവത്തിലേക്ക്, പാപത്തിന്റെ അനുഭവത്തിലേക്ക് അവർ പോകുന്നു. അവിടെ നിന്നാണ് ഈ പാപം വർദ്ധിക്കുമ്പോൾ അവിടെ ഒരു പണിഷ്മെന്റ് ഉണ്ടാവുകയാണ്. പിന്നീട് ഈ പണിഷ്മെന്റിൽ നിന്നുമാണ് അവരൊരു റിപ്പൻഡൻസ്, ഒരു അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ആ അനുതാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് വീണ്ടും അവർ ഒരു ദൈവം ഫൊർഗീവ്നെസ് നൽകുന്ന, അതായത് ഒരു മാപ്പ് നൽകുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അതിൽ നിന്ന് വീണ്ടും കൃപയുടെ അനുഭവത്തിലേക്ക് വരും. ഇതിങ്ങനെ കറങ്ങിയാണ് യഹൂദ ജനത്തിന്റെ ചരിത്രത്തെ നമ്മൾ കാണുന്നത്. അതായത് ഗ്രേസ്, അതിൽ നിന്ന് സിന്നിലേക്ക് പോകുന്നു, പിന്നെ പണിഷ്മെന്റ് ഉണ്ടാകുന്നു, പണിഷ്മെന്റിൽ നിന്ന് റിപ്പൻഡൻസിന്റെ അനുഭവത്തിലേക്ക് വരുന്നു, പിന്നെ അവർക്ക് ഫൊർഗീവ്നെസ് ലഭിക്കുന്നു, വീണ്ടും ഗ്രേസിലേക്ക് പോകുന്നതായ ഇതിങ്ങനെ ആ ചരിത്രത്തിൽ ഇങ്ങനെ കാണുകയാണ്. എത്രയോ പ്രാവശ്യം എത്രയോ പ്രവാസങ്ങൾ അവർ അനുഭവിച്ചു. അതെല്ലാം അവർ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ പാപം വർദ്ധിക്കുന്നതായ സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളെ ദൈവം അറിഞ്ഞു തന്നെ കൊടുക്കുവായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു ജനത്തിന് മാത്രം ഇത്ര
പ്രയാസങ്ങൾ ദൈവം കൊടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ദൈവം തെരഞ്ഞെടുത്തതാണ് അവരെ. എന്റെ ജനമെന്ന് പറഞ്ഞവരെ തിരഞ്ഞെടുത്തതാണ്. ആ ഒരു പ്രത്യേക ജനതയെ തിരഞ്ഞെടുക്കുക. അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മുടെ ഇന്നുള്ള ക്രിസ്തീയ ജീവിതവുമായിട്ട് നമുക്കിത് കൂട്ടി വായിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ മാമോദീസായിലൂടെ നമ്മൾ ദൈവജനമായിട്ട് മാറ്റപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില അനുഭവങ്ങളൊക്കെ വരുമ്പോഴ് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് നമ്മൾ മറ്റാരുടെ അടുക്ക പോകണ്ട, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അത് ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. എവിടെയൊക്കെയോ നമ്മളും ചില കുരുത്തക്കേടുകൾ കാണിക്കുന്നു, അല്ലെ? മക്കള് കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ അമ്മയപ്പന്മാർ ശിക്ഷിക്കും, അവര് കരയും, അവരോട് സ്നേഹം തോന്നും, പിന്നെ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കും, പിന്നെയും കുറ്റം ചെയ്യും. ഇതിങ്ങനെ കറങ്ങി 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 പോകുന്നത് പോലെയാണ് ഈ ജനത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് ഈ ഗ്രേസിൽ നിന്നും ഗ്രേസിലേക്ക് വരുന്നതായ, കൃപയിൽ നിന്നും വീണ്ടും കൃപയിലേക്ക് വരുന്നതായ ഒരു സർക്കുലർ ഫ്ലോ അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പിന്നീട് നാം കാണുന്നത് ഈ പ്രത്യേകമായിട്ടുള്ള പദവികളും, അതായത് രാജാവിന്റെ കൽപ്പന പ്രകാരം സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും, അതോടൊപ്പം തന്നെ രാജാവ് പ്രത്യേകം ജനവിഭാഗം എന്ന് കരുതിക്കൊണ്ട് അവരെ ഉപദ്രവിക്കരുതെന്നൊക്കെ രീതിയിൽ കൽപ്പന എഴുതപ്പെട്ട ശേഷത്തിൽ അതിന് പിന്നീട് ഈ ജനം അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചിതറിപ്പാർത്തിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന അമാലേക്കരെയൊക്കെയും വധിച്ചു കളയുന്നതായിട്ടുള്ള ഒരു ചിത്രവും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് അവർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഹാമാൻ പുറപ്പെടുവിച്ചിരുന്നതായ ചില കൽപ്പനകളെ കുറിച്ചാണ്. അതായത് ഇവിടെ അടുത്ത ഒരു ഹെഡിങ്ങിൽ പറയുന്നുണ്ട്, ഹാമാന്റെ ഉപായ ലേഖനങ്ങളെ നിർജീവമാക്കുന്ന പുതിയ രാജകൽപ്പന. അതും പെട്ടെന്ന് തന്നെ എഴുതി വഴിയിക്കണം. അല്ലെങ്കിൽ ഹാമാൻ മരിച്ചുവെങ്കിലും രാജകൽപ്പന പോയിട്ടുണ്ട്. മറ്റുള്ള പ്രവിശ്യകളിൽ താമസിക്കുന്നവർക്കോ അവിടെയുള്ള നാട്ടുരാജാക്കന്മാർക്കോ ഹാമാൻ മരിച്ച കഥ അറിയുകയില്ല. കാരണം അവർ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഇവിടെ ഈ വധശിക്ഷ നടപ്പാക്കുവാൻ തക്കവണ്ണം, യഹൂദന്മാരെ കൊല്ലുവാൻ തക്കവണ്ണം അവര് കാത്തിരിക്കുകയാണ്. ഹാമാൻ രാജസന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്ന കൽപ്പനയാണ്. അപ്പോൾ ഉടനെ തന്നെ അതെല്ലാം നിർവീര്യമാക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിട്ട് ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ആ കൽപ്പന എല്ലാം റദ്ദാക്കണമെന്ന് രാജാവിന്റെ മുമ്പാകെ എസ്തേർ രാജ്ഞി അപേക്ഷ കൊടുക്കുകയും രാജാവ് അതെല്ലാം കേൾക്കുകയും അതിന് തക്കവണ്ണം പെട്ടെന്ന് തന്നെ അതാത് രാജപ്രതിനിധികൾക്കും ദേശാധിപതികൾക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും എല്ലാം കൽപ്പനകൾ, ഹാമാന്റെ കൽപ്പനകളെ നിർവീര്യമാക്കിക്കൊണ്ടുള്ള കൽപ്പനകളൊക്കെ അതാത് ജാതിക്കുള്ള ഭാഷയിലും അക്ഷരത്തിലും ഒക്കെയായിട്ട് എഴുതി മുദ്ര വെപ്പിച്ച് അത് ആഞ്ചലോട്ടക്കാരുടെ കൈവശം കൊടുത്ത് വിടുന്നതായിട്ടും നമ്മൾ കാണുന്നു. അപ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ തക്കം നോക്കിയാണ് അവര് മറ്റ് ശത്രുക്കളെ എല്ലാം അവര് ഹാമാന്റെ 10 മക്കളെയൊക്കെ അവര് കൊല്ലുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വീണ്ടും ഓർക്കണം, വീണ്ടും ഈ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞതായ വാക്യം അവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. ഈ തലമുറയിലും യുദ്ധം നടന്നു കഴിഞ്ഞു. കാരണം അമാലേക്കരുടെ ആ വിഭാഗത്തെ കൊന്നു കഴിഞ്ഞു. പിന്നീടാണ് ഈ ഹാമാന്റെ മരണത്തോടുകൂടി ആ ജനത എല്ലാം മനസ്സിലാക്കിയാണ് ഈ യഹൂദ ജനമെന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി ആണെന്നും അവരെ തൊട്ട് കളിക്കുന്നത് അത്ര ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ലെന്നും ഒക്കെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായ അവരെ കാണുന്ന സമൂഹത്തിൽ ഒരു നിലയും വിലയും എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ ജനം വരികയും അവരുടെ ഉദ്ധാരണത്തിന്റെ ആ ഒരു രക്ഷാകരമായ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീടാണ് നമ്മൾ അവരുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് പുരീം എന്ന് പറയുന്നതായ പെരുന്നാൾ. അടുത്ത ഒരു ഭാഗം നമുക്ക് അവസാനമായിട്ടുള്ളത് പുരീം പെരുന്നാൾ എന്നുള്ളതാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് പ്രധാനമായിട്ടും 5 പെരുന്നാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പെസഹ, അതോടൊപ്പം തന്നെ പെന്തിക്കോസ്തി, അങ്ങനെയൊക്കെയുള്ള പല പല പെരുന്നാളുകളുണ്ട്. അതിൽ പെടുന്നതല്ല പുരീം എന്ന് പറയുന്ന പെരുന്നാള്. ഇവിടെ
ഇവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു റിലീജിയസ് ലൈഫിൽ ഈ പുരീം എന്ന് പറയുന്ന ഒരു പെരുന്നാൾ വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്താണ് ഈ പുരീം എന്ന് പറയുന്ന പെരുന്നാൾ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? അതായത് വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ചതായ ഒരു ദിവസമാണ്. അതായത് യഹൂദന്മാർക്കെതിരെ എഴുതപ്പെട്ടിരുന്നതായ ഒരു വിധിയെ ഒരു നിമിഷം കൊണ്ട് ദൈവം മാറ്റിമറിച്ച് നേരെ തിരിച്ച് അവർക്കെതിരെ വിധി എഴുതിയോ അവർക്കെതിരെ ദൈവം വിധി എഴുതിയതായ ഒരു പെരുന്നാളെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നതായ ഒരവസ്ഥ ഹാമാന്റെ കൂട്ടർക്ക് പറ്റുന്നതായ ഒരു സംഭവമാണ്. ഇവരെ സംബന്ധിച്ച് ഈ പുരീം പെരുന്നാളിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലവും അതിന്റെ ഒരു പ്രാക്ടീസും ഒക്കെ നോക്കുമ്പോൾ ഇതിന്റെ ഈ അർത്ഥം എന്ന് പറയുന്ന പൂര് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം ചീട്ട് എന്നാണ്. ഹാമാൻ ചീട്ടിട്ട് നോക്കി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവരെ കൊല്ലുവാൻ തക്കവണ്ണം ഈ ഹാമാൻ ചീട്ടിട്ട് നോക്കുകയാണ് ഏത് ദിവസമാണ് കാര്യങ്ങളെന്നൊക്കെ. ആ ചീട്ടിന്റെ പേരാണ് പൂര് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ദ്രോഹത്തിന് മറുപടിയായിട്ട് എന്താണ് പറ്റിയത്? ഹാമാനും അവന്റെ തലമുറയ്ക്കും ജീവൻ നഷ്ടപ്പെടുന്നതായ ഒരു അനുഭവം കഴിയുകയാണ്. അങ്ങനെ ആ ഒരു സംഭവത്തെ ഒരു ആഘോഷപൂർവമായ ഒരു പെരുന്നാളായിട്ട് യഹൂദന്മാർക്കിടയിലേക്ക് പിന്നീട് അതൊരു ഒരു റിലീജിയസ് പ്രാക്ടീസ് അവിടെ വരികയാണ്. ഇനി എന്താണ് പുരീം എന്ന് പറയുന്ന പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ജോയസ് ജൂവിഷ് ഫെസ്റ്റിവൽ കമ്മമറേറ്റിംഗ് ദ സർവൈവൽ ഓഫ് ദ ജ്യൂസ്. യഹൂദന്മാരുടെ അതിജീവനത്തിന്റെ ഒരു ഓർമ്മയാണ് ഇവിടെ കാണുന്നത്. കാരണം തങ്ങളെ ഒരു വലിയ വിപത്ത് അവരുടെ നേരെ വരികയാണ്. അതിൽ നിന്നും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയാൽ അവർ അതിജീവിച്ചു. ഒരു അതിജീവനത്തിന്റെ പെരുന്നാളാണ് ഈ പുരീം പെരുന്നാൾ എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇത് ജൂയിഷ് കലണ്ടർ പ്രകാരം ആദാർ മാസത്തിലെ 14-ാം തീയതിയാണ് ഇത് ആചരിച്ചിരുന്നത്. ഇനി ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇത് വരുന്നത് ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ ആണ് പുരീം പെരുന്നാൾ വരുന്നത്. ഈ 2 മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലാണ് വരുന്നത്. ഇനി the observance of Purim begins with a day of fasting called Tanit Esther. അതായത് the fast of Esther. എസ്തറിന്റെ ഉപവാസം എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഉപവാസ ദിവസത്തോടു കൂടിയാണ് ഈ പുരീം പെരുന്നാൾ അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിന്റെ ഹീബ്രു നെയിം എന്ന് പറയുന്നത് ടാനിറ്റ് എസ്തർ, TANIT, ടാനിറ്റ് എസ്റ്റർ എന്നാണ് അതിന് പറയപ്പെടുന്നത്. ഇനി ഇതിനകത്ത് ഈ പെരുന്നാളിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതായത് ചില കസ്റ്റംസ് ഉണ്ട്. അവര് പാലിച്ചു വന്നിരുന്ന ചില മുറകളൊക്കെ ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിയറിംഗ് ദ റെസിറ്റേഷൻ ഓഫ് ദ ബുക്ക് ഓഫ് എസ്തർ. ഈ സമയത്തായിരുന്നു എസ്തറിന്റെ പുസ്തകം കൂടുതലായിട്ട് വായിച്ചിരുന്നത്. അവര് അതിങ്ങനെ നമ്മൾ ചാൻഡിങ് പോലെ, ഇങ്ങനെ ഗ്രിഗോറിയൻ ചാൻഡിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ ചാൻഡ് ചെയ്ത് കുറച്ചുകൂടെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അവര് രാമായണ മാസത്തിൽ വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും ഈ പുസ്തകം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന തലമുറയോട് ഇത് വിളിച്ചു പറയുകയാണ് എങ്ങനെയാണ് ഈ പുരീം പെരുന്നാൾ ഉണ്ടായതെന്നും ആ ജനം ആ ബാബിലോണിയ പ്രവാസകാലത്ത് അവരെങ്ങനെയാണ് ദൈവം അവരെ രക്ഷിച്ചതെന്നും വരും തലമുറയോടും വിളിച്ചു പറയുന്ന കാര്യമാണ്. ഈ രണ്ടാമതായിട്ട് അവിടെ കാണുന്ന ഒരു കസ്റ്റം എന്ന് പറയുന്നത് ഗിവിംഗ് ഡൊണേഷൻസ് ടു ദ പുവർ. പാവപ്പെട്ടവർക്ക് സംഭാവനകളൊക്കെ നൽകും, പണമായിട്ടും മറ്റു സാധനങ്ങളായിട്ടും ഒക്കെ കൊടുക്കും. മൂന്നാമതായിട്ട് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ് വിത്ത് ഫ്രണ്ട്സ്. സുഹൃത്തുക്കളുമായിട്ട് സമ്മാനങ്ങൾ പങ്കുവെക്കുന്നു. നാലാമതായിട്ടുള്ളത് ഫാസ്റ്റിംഗ് ആണ്, ഉപവാസമാണ്, കഠിനമായ ഉപവാസം. അതായത് മൊർദെഖായി രക്തത്തിലും വെണ്ണീറിലും എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എസ്തർ രാജ്ഞി ഉപവാസം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയാണ് അവിടെ നടത്തപ്പെടുന്നത്. ഇനി ഈ പെരുന്നാളിൽ എസ്തറിന്റെ പുസ്തകം എന്ന് പറയുന്നത് പബ്ലിക് റീഡിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എവിടെയെങ്കിലും കൂടിയിരിക്കുന്നിടത്ത് ഉറക്കെ വായിക്കുന്നതായ ഒരു സമ്പ്രദായമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെയും ഈ ഹാമാന്റെ പേര് പറയുന്നതായിട്ടുള്ള സമയത്ത് ഇവര് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റാഷാൻ എന്ന് പറയുന്ന ഒരു മണി കിലുക്കും. റാഷാൻ, RAASHAN.
റാഷാൻ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള ഒരു മണിയാണ്. നമ്മൾ ഇപ്പോഴ് ഇന്നും നമ്മുടെ കൊച്ചി സിനഗോഗിന്റെ അകത്തുള്ള യൂതന്മാരുടെയൊക്കെ കോളനികളിൽ അവര് ദുഃഖവെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ഒരു കുരിശും ചുമന്നുകൊണ്ട് പോയി ദേവാസ്ത വിളിക്കുക എന്ന് ഒരു ചടങ്ങുണ്ട് അവർക്ക്. അതിൽ ഉപയോഗിക്കുന്ന ഒരു മണി എന്ന് പറയുന്നത് അത് ഒരു ചതുരത്തിലുള്ള ഒരു മണിയാണ്. അതിലൊരു ഒരറ്റത്തൊരു പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിങ്ങനെ കറക്കി കറക്കി അപ്പം ഇങ്ങനെ ഒരു തയ്യൽ മെഷീന്റെ ശബ്ദം പോലെ അതിങ്ങനെ ഭയങ്കരമായിട്ട് അരോചകമാണ് അതങ്ങനെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു മരമണി ആണ് അത് ഉപയോഗിക്കുന്നത്. അത് ഈ ഹാമാന്റെ പേര് പറയുന്നിടത്തെല്ലാം അത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അങ്ങനൊരു കസ്റ്റം ആ പേര് പറയുമ്പോൾ ആ മണി അടിക്കുന്നതായ കസ്റ്റം വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുകയുണ്ട് ആവർത്തന പുസ്തകത്തിന്റെ 25-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കാണുകയാണ്, നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. അതായത് അമാലേക്കിന്റെ അവരുടെ സംഘത്തിൽപ്പെട്ട ആരുടെയും പേര് പറയുക പോലും ചെയ്യരുത്. ആ ജനത്തെ അവരുടെ പേര് ഉച്ചരിക്കുക എന്ന് പറയുന്നത് പോലും ഒരു ശാപമായിട്ട് കരുതുന്നതായ അത്രമാത്രം അത്തരത്തിലുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ വെറും നികൃഷ്ടന്മാരായിട്ട് കാണുന്നതായിട്ടുള്ള ഒരു കഷ്ടമാണ് അവിടെ കാണുന്നത്. അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിൽ നിന്ന് മായ്ച്ചു കളയത്തക്കവണ്ണം ആണ് ആ ഒരു ശബ്ദം അവന്റെ പേര് പുറത്ത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ഇത് ഭയങ്കരമായിട്ട് ഇത് മുഴക്കിക്കൊണ്ട് അവര് ആ താളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് വായിക്കുവാൻ തക്കവണ്ണം സുനഗോഗ് ആരാധനയിൽ അവർക്ക് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതിനാണ് തോറ എന്ന് പറയുന്നത്. സിനഗോഗ് സന്ദർശിച്ചിട്ടുള്ളവർക്ക് കാണാം 5 ചുരുളുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് പഞ്ചഗ്രന്ഥങ്ങളുടെ ചുരുളുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും അവർക്ക് വായിക്കുവാനുള്ള റീഡിംഗ് പോർഷൻ എന്ന് പറയും. ഈ പുരീം ഫെസ്റ്റിവലിൽ മാത്രം വായിക്കുവാനുള്ള റീഡിംഗ് പോർഷൻ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളാണ്. എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സസ് ഫ്രം 8 to 16. അതായത് അത് പറയുന്നത് യോശുവ അമാലേക്കിനെ തോൽപ്പിച്ചതായ റഫീദീമിൽ വെച്ചുള്ള യുദ്ധത്തിന്റെ ചരിത്രത്തെയാണ് അവിടെ പറയുന്നത്. ഇതാണ് ഈ പുരീം പെരുന്നാളിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചരിത്രം ആണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ദൈവത്തിന്റെ രക്ഷാപദ്ധതി എങ്ങനെയൊക്കെയാണ് ആ ഒരു ജനതയുടെ ഇടയിൽ പ്രവർത്തിച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പദ്ധതിയിൽ ആ ദേശത്തുണ്ടായിരുന്ന അമാലേക്യ വംശത്തെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജനത്തെ രക്ഷിക്കുക എന്നുള്ളതും ഉണ്ടായിരുന്നു. വീണ്ടും ഈ ജനം അറിയണം അമാലേക്കരുമായി യഹോവയ്ക്ക് ശത്രുതയുണ്ടെന്നും യഹോവ അവരുടെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും മായ്ച്ചു കളയുമെന്നും ഉള്ളത് അവർക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഈ യഹൂദന്മാരുടെ വിടുതലിനായിട്ട് യഹോവയാൻ ദൈവം എസ്തർ രാജ്ഞിയിലൂടെ പ്രവർത്തിക്കുന്നതായ ഈ കാര്യങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചു എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അല്പസമയം കൂടി ഉണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കുവാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാത്തതോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ചാറ്റിൽ മെസ്സേജ് ഇട്ടാലും മതി. ഡൗട്ട്സ് ചോദിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. വളരെയധികം മീനിങ്ഫുള്ളോട് കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാഡം? ചോദിച്ചോ. അച്ഛൻ ഇപ്പം പറഞ്ഞതിനെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഹാമാന്റെ പതനവും മൊർദെഖായുടെ ഉയർച്ചയും നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താണെന്ന്. അപ്പം അതിന്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്
അഹങ്കാരവും അതെ പിന്നെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന നാശവും അതെ ഹാമാൻ കാണാൻ പ്രാർത്ഥനയുടെയും കഴിഞ്ഞു. ഉപവാസത്തിന്റെയും ഫലമായി പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലും എന്ന് പറയും. അത് ഹാമാന് കിട്ടിയ മൊർദെഖായിയുടെ ഉയർച്ച. ജീവിതത്തിൽ ഹാമാനെ മൊർദെഖായിയുടെ ജീവിതത്തിൽ ഹാമാന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്ന സ്ഥാനമാനങ്ങൾ അത് ഒന്നാമത്തെ കാര്യം അവൻ അത് ദൈവികമാണെന്ന് മനസ്സിലാക്കിയില്ല. രണ്ടാമത്തെ കാര്യം ലഭിച്ച സ്ഥാനമാനങ്ങളെ ഉപയോഗിച്ചത് അതിനെ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൊർദെഖായിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പൊ നമ്മുടെയും പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് ആശ്രയിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ ഹാമാന്റെ അനുഭവം നമ്മുടെ മനസ്സിലും എപ്പോഴും ഓർമ്മയുണ്ടാകുക. ഈ 10ാമത്തെ ചോദ്യവും 12ാമത്തെ ചോദ്യവും ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലോ ആൻസർ. പദവികളോട് സ്ഥാനമാനങ്ങളോടുമുള്ള സമീപനം എന്ത്? ഹാമാന്റെ മാതൃക അനുകരണീയമോ? ഇത് ഏകദേശം ഒരുപോലെ ആൻസർ വരുന്നതല്ലേ? വരുന്ന ചോദ്യം. അതെ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് എഴുതുന്ന രീതി. 10ഉം 12ഉം അല്ലേ? എനിക്ക് തോന്നുന്നു ആ രണ്ടും ഏകദേശം ഒരുപോലെ വരുന്ന ഈ രണ്ട് ലെസണിൽ നിന്നുള്ള നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്നതായിട്ടുള്ള ആൻസറുകളാണ് അത് രണ്ടും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ, വളരെയധികം മീനിങ് ആയി. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തന്ന അച്ഛന് ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി അച്ഛന്റെ ഇടയിൽ നിന്ന് തന്നെ ലിജി, ക്വീൻസ്ലാൻഡിന്റെ ട്രസ്റ്റ് കൂടിയാണ് ലിജിയെ ക്ഷണിക്കുന്നു. Glory be to the triune God. A heartfelt thank you to Ajahn Achan for his deeply informative and thought-provoking class. It has been I should say it has been a big blessing to be able to join the class and to hear his words. He has definitely blessed and spiritually enriched us about the book of Esther, especially enriching our knowledge about the story about Haman and the generation that he came from. So it was very thought-provoking and inspiring. And we've also learned how God cares and protects for his people. So as this marks the final class in preparation for our exam, I would also like to extend my sincere gratitude to certain individuals who have played a big role to make this initiative a big success. A special thanks to Juchechi, the MMVA Secretary of the Queensland region, Tina Thomas, the MMVA Secretary of the Sydney region, and TC, the MMVA Secretary of the Melbourne region. And also a very special word of thanks to Sibichechi, the Secretary of the Asia Pacific Diocese, for being a constant support and a source of gratitude from the very beginning, and also providing us the Zoom platform to conduct all these lessons. As I mentioned above, as this is our last class before the exam, I would also like to give a special thanks to all the speakers who have offered their time and their spiritual insights to help us understand the redeeming Christ through the books of Esther and Ruth. Special thanks to Father Anish Achan, the Vice President of the MMVS Asia Pacific Diocese, for leading the very first class. Also thanks to Dalia Kochima, Reverend Father Matthew K. Matthew, Reverend Father Shanu V.A. Palakkad, and Reverend Father Dr. Felix Yohanan. And also special thanks to Tina for designing the poster throughout for all the classes and giving us the support to be able to distribute it to all the churches and all the MMVS groups. And I should also, last but not least, say a special thanks to GJT's family as well for their time and effort in helping to edit all the videos and being able to, provide it for members who have not been able to attend the class, for them to be able to listen to all the videos.
So finally, I would like to also thank all the MMVS members across all the regions of Australia. Since August, your commitment, dedication, and eagerness to grow in the Word of God has been truly inspiring. And as GJG mentioned in the beginning, the initiative and proactiveness that each one of you has shown to be here throughout the last 2 months is, I'm sure, will bring a great blessing to all of our lives. I wish you all good luck for the exam. And please, as GJG has mentioned, if any of you have any questions, concerns, issues, I'm happy to forward it to any of the MMVA secretaries, and we can always forward it to the different achans and help you all for your exams. Thank you, one and all. താങ്ക് യു ലിജി. അച്ഛാ പ്രാർത്ഥിക്കാമോ അച്ഛാ? കൺക്ലൂഡ് ഒരു ചെയ്യാമോ? കാര്യം അതിന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എല്ലാവരോടും പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി ഞാനോട് അറിയിക്കുകയാണ്. കാരണം എനിക്ക് വന്ന് ഈ പുസ്തകത്തെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഒക്കെ ഒന്ന് സാധിച്ചു. ഒരു എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സെമിനാരി പഠിക്കുമ്പോൾ പോലും ഞങ്ങൾ ഈ പുസ്തകത്തെ കുറിച്ച് ഇത്ര ഇതായിട്ട് പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് അതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചു വിട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്ര മാത്രം അതിനകത്തൊന്ന് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. എൻ്റെ ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആയെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു ക്ലാസ് എടുക്കത്തക്കവെന്നുള്ള ഇതൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഉപയോഗപ്രദമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇതുപോലൊരു അവസരം തന്നതിന്. പ്രത്യേകിച്ച് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാവരുടെയും ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ സമയം കണ്ടെത്തി ഇതിനായിട്ട് ഇരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇരുന്ന പല ഇടവകളിലും ഒക്കെ പലരും ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഈ മത്സര പരീക്ഷകളെ ഒഴിവാക്കുന്നത്. ഒരിടത്ത് എന്നോട് പറഞ്ഞത്, അച്ഛൻ നോക്കിയില്ല സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് പരീക്ഷ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് 15 പേര് രജിസ്റ്റർ ചെയ്തിരുന്നതിലെ 10 പേരും വീട്ടിൽ പോയി. അങ്ങനെയൊക്കെ സംഭവിച്ച ചരിത്രമുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആഴത്തിൽ ഇത് പഠിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു. ഇത്രയൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതികളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചല്ലോ എന്നുള്ള ഒരു കാര്യം. നിങ്ങളുടെ എല്ലാ എഫർട്ടിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലൊരു അവസരം തന്ന മാത്തമറിയ സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. വിജയത്തിനപ്പുറമായിട്ട് ഈ പഠിച്ച കാര്യങ്ങളെ മറ്റു തലമുറകളിലേക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം വേദപുസ്തകം നമ്മൾ ഈ ഹാമാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും, ഞാൻ വായിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഓരോരുത്തരും വായിക്കുന്നത്. ഞാൻ ഇന്ന് വായിച്ച പുസ്തകം തന്നെ നാളെ വായിച്ചാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചില ഐഡിയാസും തോട്ട്സും വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മാജിക്കൽ ബുക്ക് എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ വേദപുസ്തകം പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും വിശ്വാസത്തിൽ നമ്മളെ വ്യതിചലിപ്പിക്കാനും ഒക്കെ പലർക്കും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ട് പഠിച്ച് അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ഇതിനകത്തെല്ലാം നമ്മൾ കാണേണ്ടത് ഇത് സംഭവങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മളെക്കുറിച്ചുള്ള ബൈബിളും ഇങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മുടെ തലമുറകൾ നമ്മളെക്കുറിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വേദജ്ഞാനം നേടുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, പ്രത്യേകമായി ഈ സമയത്ത് നിന്റെ സന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അവർ പഠിച്ചതും അവർ കേട്ടതുമായ വചനങ്ങളുമെല്ലാം, അതിന്റെ വ്യാഖ്യാനങ്ങളും അവർ പഠിക്കപ്പെട്ടതായ പാഠഭാഗങ്ങളുമെല്ലാം അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും അത് വേണ്ട രീതിയിൽ പരീക്ഷയിൽ എഴുതുവാനും ദൈവമേ വിജയം കൈവരിക്കുവാനും നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളെ കൂടുതലായി മനസ്സിലാക്കുവാനും യഥാർത്ഥമായ സത്യ ആരാധനയെ തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഇവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകളെല്ലാവരെയും കാത്തുകൊള്ളുമാറാകണം. ഭംഗിയാമണ്ണ ഈ പ്രസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടു പോകുമാറാകണം. കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവും കൃപകളും കരുണയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാവർക്കും അവിടുന്ന് ദാനം ചെയ്യുമാറാകണം. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോര് എന്നാണ് നിനക്ക് നിന്റെ പിതാവ് എന്ന പരിശുദ്ധാത്മാവിൽ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെയും നമുക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ മേലും
പ്രത്യേക മർത്തമറിയ സമാജ പ്രസ്ഥാനത്തിന്റെ മേലും അതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും എപ്പോഴും എല്ലായ്പ്പോഴും എന്നും കൊണ്ടായിരിക്കുമാറാകട്ടെ. ഒരു അപ്പോളജി